തുണ്ടുമ്മലും തേച്ചാ എന്താ അതിന് മുന്നിലൊരു മുടി തൂക്കിയിട്ടിട്ട് അയിമ മൈലാഞ്ചി അടിച്ചിട്ടടി. ഇനി നമുക്ക് മെയിൻ പണി ഈ അടുപ്പൊന്ന് ശരിയാക്കുക. അതിപ്പോൾ എന്താ ചെയ്യുന്ന യാതൊരു ഐഡിയ ഇല്ല ഗൈസ്. നമ്മുടെ വീട്ടിലെ കൊച്ചു കൊച്ചു വിശേഷങ്ങളുമായി ഞാൻ വീണ്ടും വന്നിട്ടുണ്ട് കൂട്ടുകാരെ. അപ്പോൾ എല്ലാവരും വീഡിയോ കാണണം കേട്ടോ, മുഴുവനായിട്ട് കാണണം കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മളെ വീട്. നല്ല ഓടിട്ട വീടാണ്. ഞങ്ങളെല്ലാവരും ജനിച്ച് വളർന്ന പഴയ വീടാണ് കേട്ടോ. വീട്ടിലേക്കുള്ള വഴിയാണിത്. നിറച്ചും പൂക്കളും എല്ലാം ഉണ്ട് കേട്ടോ. അമ്മ ഉണ്ടാക്കി വെച്ച ചെടികളാണ് കേട്ടോ. അതൊക്കെ അമ്മ നട്ട് നനച്ചുണ്ടാക്കിയതാണ്. ഞങ്ങളെ കല്യാണം കഴിഞ്ഞതിന് ശേഷം അമ്മേനെയാണ് കേട്ടോ ചെടിയൊക്കെ നോക്കുക. വ്യത്യസ്ത കളറുകളിലുള്ള ചെമ്പരത്തിയൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. കണ്ടാ നല്ല രസമാണിത് കാണാൻ. അമ്മ ഇവിടുത്തെ ചെടികളൊക്കെ കണ്ട അമ്മ കൊണ്ടുവരും കേട്ടോ. അതൊന്നും പൈസ എടുത്ത് വാങ്ങിയ ചെടിയല്ല കേട്ടോ. ഓരോ വീടുകളിൽ നിന്നൊക്കെ ആൾക്കാരെടുത്തു നിന്ന് നല്ല ചെടിയൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു കമ്പ് തരുമോ ചോദിച്ചാൽ കൊടുക്കുമല്ലോ. അങ്ങനെ നമ്മളെ വീട്ടിൽ നട്ട് നനച്ചുണ്ടാക്കിയതാണ് കേട്ടോ. അപ്പം ഇന്നിവിടെ പണിക്കാരുണ്ട്. ഞങ്ങളെ വയറിങ്ങും ഒക്കെ കാലപ്പഴക്കമുള്ള ജാമ്പവാന്റെ കാലത്തുള്ള വയറിങ് ആയതുകൊണ്ട് തന്നെ എല്ലായിടത്തും ഷോക്കൊക്കെ ഉണ്ട് കേട്ടോ. വാഷിംഗ് മെഷീൻ ഇടുമ്പോൾ ഷോക്ക്, ഫ്രിഡ്ജ് ഇടുമ്പോൾ ഷോക്ക്, പിന്നെ കറണ്ട് ബില്ല് എല്ലാ മാസവും 2500 3000 വെച്ച് വരികയാണ് ഈ ഒരു ചെറിയ വീട്ടിൽ. അപ്പോൾ പിന്നെ അത് ശരിയാക്കുക. അതങ്ങനെ വെച്ചാൽ മറ്റേതാണ് വർത്താനം. ഒഴിവാക്കിയാണ് ചെയ്യുമോ? ആ തണുപ്പില്ലേ ഫ്രിഡ്ജില്? ഇനി തൽക്കാലം ഇവരോട് ചോദിച്ചാലും ബാത്റൂമിലോടിക്ക്. കുട്ടികൾ കൊണ്ട് കൊടുത്തോളൂ. ഇനി അമ്മയ്ക്ക് പോവാൻ വയ്യെങ്കിലും വെച്ചിട്ട് പറഞ്ഞ നമ്മളോടൊപ്പം കറണ്ട് മണിയല്ലേ, പാത്തുമ്മലോട് കൊടുത്താൽ നമ്മളോട് വയറിങ്ങിന്റെ ആൾക്കാരാന്ന് പറഞ്ഞാളെ. നമ്മളെ വയറിങ്ങിന്റെ ഒക്കെ കംപ്ലൈന്റ് കാരണം ഇതൊക്കെ മാറ്റി വെക്കുകയാണ് കേട്ടോ. കറണ്ട് ബില്ല് ഒരു മാസം 2500 ഒക്കെ ആയിരുന്നു വന്നിരുന്നത്. അപ്പോൾ പണിക്ക് ആളുണ്ട്. മൊത്തമായിട്ടൊന്നും മാറ്റില്ല, കാരണം നമ്മളത് കണ്ടില്ലേ പഴയ വീടാന്ന് ഞാൻ എപ്പോഴും പറയുന്നതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല വയറിംഗ് ഒന്നും വേണ്ട. ഇത് കറണ്ട് ചാർജ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് തൽക്കാലം ഇതൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ടാ. അങ്ങനെ ചെറുതായിട്ടുള്ള രീതിയിലുള്ള മാറ്റലുകളൊക്കെ നടത്തട്ടെ. അതൊക്കെ മാറ്റിയാണ്. എപ്പോഴും ഷോക്കായിരുന്നു കേട്ടോ അവിടെ. ഇത് മാറ്റിയില്ല നമ്മൾ വാഷിംഗ് മെഷീൻ്റെ കട്ട പുതിയല്ലേ? ആ പുതിയതാ. ഇതൊക്കെ മാറ്റിയിട്ടാ. അപ്പോൾ നമുക്ക് ഇനി കറണ്ട് ബില്ല് കുറച്ച് കുറയുമെന്ന് വിചാരിക്കുന്നു. ഇത് കണ്ട ഇവിടെ അയച്ചിട്ടിട്ടുണ്ട്. ഇതൊക്കെ മാറ്റാനുള്ളതാണ്. അതുകൊണ്ട് തന്നെ എവിടേക്കോ കറണ്ട് പോകുന്നുണ്ടായിരുന്നു കേട്ടോ. മാസം 2500 3000 രൂപ ബില്ല് വരും. അപ്പോൾ നമുക്ക് ഈ വീട് നിലനിൽക്കണ അത്രയും കാലം അത്ര ബില്ലൊന്നും നടക്കി വരില്ല. നമ്മളെ ചില്ലോടൊക്കെ കണ്ട അടുക്കളയിൽ ഈ ചില്ലോടുള്ളതുകൊണ്ട് തന്നെ നല്ല വെളിച്ചമുണ്ട് കേട്ടോ. ഇന്നിപ്പോൾ കറണ്ട് ഇല്ലെങ്കിലും കുഴപ്പമില്ല, ചില്ലോടുള്ളത് കാരണം. ഇനി നമുക്ക് മെയിൻ പണി ഈ അടുപ്പൊന്ന് ശരിയാക്കുക. അതിപ്പോൾ എന്താ ചെയ്യുന്ന യാതൊരു ഐഡിയ ഇല്ല ഗൈസ്. ഇപ്പം അടുത്തുണ്ടാക്കിയ അടുപ്പാണ്. അധികമൊന്നും ആയിട്ടില്ല നമ്മൾ അടുപ്പുണ്ടാക്കിയിട്ട്. കുറച്ച് കാലമല്ലേ ആയിട്ടുള്ളൂ. ആ അടുപ്പാണല്ലോ അങ്ങനെ പൊളിന്ന് പന്നിയാൾ സിമെന്റ് ഇടാനിട്ട്. നമ്മളവിടുന്ന ആൾക്കാരാണെങ്കിൽ ചീത്ത പറഞ്ഞാൽ മതി പോയിട്ട്. മര്യാദയ്ക്ക് ഉണ്ടാക്കി തരാൻ പറഞ്ഞാലേ. ഒന്ന് കേടെടുത്തിട്ടായിരിക്കേ അത് കഴിയട്ടെ, അല്ലാതെ അടിച്ചു വരിക വേണ്ടതാണോന്ന് അറിയോ? അതൊക്കെ ഒഴിവാക്കിയതാണാ? ഞാൻ ചൂടേറ്റ് എന്ത്
ഒന്നും വേണ്ടല്ലോ. ഇടച്ച് പൊയ്ക്കാണ് അതിന്റെ ഇടയിൽ കൂടെ കുത്തി വെച്ചിട്ടേക്കും. ഇതൊക്കെ വേണ്ടാത്തെ? ഇതൊക്കെ വേണ്ടാത്തെ? അല്ല അവര് ഒഴിവാക്കില്ലേ? ഇതൊക്കെ മീനാ. മുന്നില് പഴമ്പില്ലാത്തൊക്കെ. എന്നിട്ട് പിന്നെ നോക്കിയാണ്. എടാ ഒരു കവറിട്ടുന്ന ചെക്കന്മാര് ആരെയൊക്കെ പോയിട്ട് ഇത് കൊടുത്ത ആദ്യം മതി കവറിലിട്ട് എത്തില്ല ഇങ്ങനെ വേണം കുട്ടിയാവാൻ. ഹാഷ്മി ആശിട്ടാ ഞങ്ങളെ കുട്ടിയാണ് ഭയങ്കര കുണ്ടാണ് ഇവർക്ക്. അമ്മ അത് ഇടുന്നുണ്ടോ ഇതില്? എന്തൊക്കെ ഹായ് പറഞ്ഞ സുഖാണെന്ന് വെച്ചോ. ഭയങ്കര കുട്ട മറ്റുള്ള കൂടുതൽ പാത്രം ചവിട്ടല്ല കുട്ടാ, കാലും മോടുട്ടാ ആണിയാണ് ഇത്. ആൾക്കൊരു പാത്രത്തിൽ ഇട്ടിട്ടാ കൽപ്പാട്ടങ്ങൾ ഉണ്ടാക്കാനുള്ളത് അതൊക്കെ നെറ്റ് വീണ്ട് നമ്മളെ കാൽമ കുത്തിയില്ല ആസ്വദിച്ച് ഇങ്ങനെയാണ് കൽപ്പാട്ടം. ഇതൊക്കെ സ്കൂളിൽ പോകല്ലേ ഞാനായിട്ട് കളിക്കാട്ടം ഉണ്ടാക്കാൻ പോരാ. കാശില്ല. കാശില്ലെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കറണ്ട് ബില്ല് പഴയ രീതി തന്നെ ഇങ്ങനെ വന്നുകൊണ്ടേ. അപ്പൊ നമ്മളെ മീനൊക്കെ നല്ല പൊരിച്ച് റെഡി ആയിട്ടുണ്ട്. കണ്ടോ, നല്ല കണ്ടാ തന്നെ അറിയാലല്ലേ നല്ല ടേസ്റ്റാണ്. ചോറൊക്കെ റെഡി ആയിട്ടുണ്ട്. നെക്സ്റ്റ് സ്റ്റെപ്പ് ചോറ് കഴിക്കുകയാണ്. ഞങ്ങള് പയറുപ്പേരി ഇതാ ഈ വലുപ്പത്തിലാണ് കേട്ടോ നുറുക്കല്. ചിലര് നല്ല ചെറുതായിട്ട് നുറുക്കും. ഇവിടെ ഇത്രയും സൈസിലാണ് നുറുക്കല് കേട്ടാ. ഇവിടെ ഒക്കെ എപ്പോഴും മൂടി പിടിച്ചാണ്ടാണ് കേട്ടാ. ഭയങ്കര മഴക്കാറാണ്. തുണികളൊക്കെ നമ്മൾ അവിടെ ഇവിടെ ഒക്കെ ഇട്ടിട്ടുണ്ട്. കണ്ടാ, ഇതൊരു ടെക്നിക്കാണ് കേട്ടാ. നിന്റെ പ്രവി കണ്ടുപിടിച്ച ഒരു ടെക്നിക്കാണ് ഗൈസ്. ഇതെന്താ ഇതെന്താ ഇത് നമ്മളെ അമ്മിയാണ് കേട്ടാ. അമ്മിക്കുട്ടിയും ഒക്കെ ഒന്നും ഉപയോഗിക്കലില്ല കേട്ടോ. അവിടെ പഴയ സാധനങ്ങളൊക്കെ കൂടി ഈ അമ്മിത്തിന്റെ നിറച്ച് വെച്ചിട്ടുണ്ട്. അപ്പൊ മൈലാഞ്ചി വേണോ? ആർക്കാടെ മൈലാഞ്ചി? ആശ്വിക്ക് മൈലാഞ്ചി വേണം എന്ന് പറഞ്ഞിട്ട് ഇവരാദ്യമായിട്ട് കാണും കേട്ടോ മൈലാഞ്ചി അരയ്ക്കാൻ വേണ്ടിയിട്ടുള്ളതൊക്കെ. അവർക്ക് അറിയില്ല മൈലാഞ്ചി എങ്ങനെ അരയ്ക്കാന്നൊന്നും. അപ്പൊ അമ്മി മറ്റേ വേണമെങ്കിൽ പോയി എടുത്തോ, വേണമെങ്കിൽ പോയി എടുത്താ. അതാ പൈപ്പ് കാണ്ട് പോയി എടുത്താ മതി. ഒന്ന് ഇറങ്ങിയിട്ട് ഇങ്ങോട്ട് കേറിയാ മതി. അപ്പൊ മൈലാഞ്ചി അരയ്ക്കാനുള്ള തത്രപ്പാടിലാണ്. ഏടാ ഇതിമ്മ ചാറില് വല കീറിയത് വെറുതെ അല്ല. ആണ്ടോക്ക് വലിയൂലേ നല്ല കഥ. ആഷിനെ കാണിക്കില്ല. അപ്പൊ സ്കൂള് തുറക്കുമ്പോഴേക്ക് പ്രവിയോളെ കുട്ടികളെ ബാഗൊക്കെ കഴുകിയിട്ടതാ. കഴിഞ്ഞാ പ്രവിയ തിരുമ്പല് കണ്ടാ തോരട്ടത് ഉണങ്ങാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ദാർപ്പായ കെട്ടിയിട്ട് നമ്മളെ വിറകുവര ഇട്ടത്. വിറകുവരന്റെ ഈ സീറ്റ് പാറി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് 2 കയറ് കെട്ടിയിട്ടുണ്ട് കേട്ടാ. ആ 2 കയറുമ്പോഴും കൂടി പ്രവി ഒരു ഊഞ്ഞാല് പോലെ ഇങ്ങനെ കെട്ടിയിട്ട് തുണി തൂക്കിയ സെറ്റപ്പ് കണ്ടാ. അപ്പൊ എല്ലാവർക്കും ഇതൊക്കെ ഇതുമ്മ ശരിക്കും ഇതുമ്മ അങ്ങനെ ഇട്ടിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ട് താഴേക്ക് ഇങ്ങനെ കിഴിഞ്ഞു വീഴും. അപ്പൊ അങ്ങനെ വിടാതിരിക്കാൻ വേണ്ടിയിട്ട് കണ്ട നമ്മൾ സാഹചര്യങ്ങളാണ് ഓരോ കണ്ടുപിടുത്തങ്ങളും ഉണ്ടാക്കണതെന്ന് പറഞ്ഞ് കേട്ടില്ലേ. ഇതാണ് അത് സംഭവം കേട്ടാ.
രാവിലെ ആയപ്പോഴേക്ക് ഇപ്പൊ ഈ ജീൻസ് ഉണങ്ങിയില്ല. ഇന്ന് ഇവിടെ മഴക്കാറാട്ടോ, രാവിലെ മുതലേ ഫുള്ള് മഴക്കാറാണ്. ഇന്നലൊക്കെ നല്ല മഴയായിരുന്നു, എന്നാ പോലും ഇത് ഉണങ്ങിയിട്ടുണ്ട് കേട്ടാ. വെയിലും കൂടെ അങ്ങോട്ട് നല്ല പടിയിലും മോളിലും കൂടി ഇങ്ങോട്ട് ഉണങ്ങി. ഇനി ഇങ്ങനെ ആക്കിയാൽ മതി, ഇപ്പറ ഉണങ്ങാൻ അങ്ങനെ വെച്ചാൽ. അപ്പൊ ഈ ഭാഗം ഉണങ്ങും. നിങ്ങൾ എല്ലാവരും ഇങ്ങനെ ചെയ്യുക. ഇതിപ്പോ 2 കൊല്ലമായി, 3ാമത്തെ കൊല്ലും വലിയ കുഴപ്പമില്ല കേട്ടാ. പ്രവിയുടെ ബാഗ് അവര് തുന്നിച്ചാത്ത നല്ല വലിപ്പമുള്ള ബാഗില്ലേ പ്രവിയെ? നല്ല ബാഗാ. ഋതുവിന്റെ പാന്റ് ആവൂലേ? ഋതുവിന് അരക്കാൻ അറിയടി? ഇതാണ് നമ്മളെ വടിച്ചെടുക്കണ സാധനം. വടിച്ചെടുക്കാം. ഇതാണ് മൈലാഞ്ചി. ഇങ്ങനെ ആരെങ്കിലും മൈലാഞ്ചി അരച്ചിട്ടുണ്ട്? മൈലാഞ്ചി അരക്കുന്ന പരിപാടിയിലാണ് കേട്ടോ. അത് ചടങ്ങൊന്നല്ല, ഇവിടുത്തെ ചെറിയ കുട്ടിക്ക് മൈലാഞ്ചി ഇടാനൊരു മോഹം. അപ്പൊ തൊടിയിൽ മൈലാഞ്ചി ഉണ്ടായിരുന്നു, അമ്മ എണ്ണ കാച്ചുന്ന മൈലാഞ്ചി ഉണ്ടായിരുന്നു കേട്ടാ. അപ്പൊ അതിന് ഋതു എടുത്തിട്ട് നല്ല മൈലാഞ്ചി അരക്കട്ടാ. അപ്പൊ ഇതെന്തിട്ട് പഠിക്കണേ? ഇതേറ്റാ ആയിട്ട് പഠിക്കാൻ പറ്റുവോ? ഞങ്ങളൊക്കെ ചെറുതാവുമ്പോ പാളാക്ക നടത്തി. നിങ്ങളിപ്പോ ഇതാണ് ഇത് ന്യൂജന്റെ ആവൂല്ലേ? ഇവിടെ പാളില്ല. ഞാൻ നമ്മളെ ആശി ഒരു മൈലാഞ്ചി അങ്ങോട്ട് ഇടും, ഒരു ഇടല്. കയ്യ് ചോന്നടി. പൂച്ചനെ കല്ലെടുത്ത് എറിഞ്ഞാല് വന്നോ? ട്യൂഷൻ കഴിഞ്ഞോ? നോക്കട്ടെ. കയ്യ് മൊത്ത ചോന്നാ, കയ്യ് ചോന്നടി. ചോന്നില്ലേ? ഇപ്പൊ തന്നെ തലേ തേക്കിയ ഏടി പൊട്ടത്തി കൂടി കഴിഞ്ഞാ? അതെന്താ കൊപ്പമ്മള് മുന്നത്തെ മുടിക്കല്ലേ അതിനെ മുന്നിലൊരു മുടി തൂക്കിയിട്ടിട്ട് അയിമ മൈലാഞ്ചി അടിച്ചിട്ടടി. അരക്കിനുണ്ട് മൈലാഞ്ചി അടിക്കണുണ്ട്. മുന്നത്തെ മൈലാഞ്ചി ചോക്കാനാത്ര, മുന്നത്തെ മുടി ചോക്കാനാത്രേ. അമ്മ കാണണ്ട. കളറടിക്കാൻ അയക്കാത്തത് കൊണ്ടാണ് കേട്ടാ, ഒന്നും വിചാരിക്കരുത്. കുറച്ചും കൂടി തേച്ചായോ തലയിലാ? ഋതു തേക്കിനുണ്ട്, അരികേച്ചിന് തേപ്പിച്ചു കൊടുക്കണുണ്ട്. എന്താലേ ഋതു തേച്ചിട്ടുണ്ട് കേട്ടാ. ചോപ്പിക്ക് ഇങ്ങനെ മൈലാഞ്ചി തേച്ചിട്ട് മുടിയൊക്കെ ചോപ്പിക്ക. അന്നെ തേച്ചിട്ടുണ്ടല്ലേ? ഋതു മൈലാഞ്ചി തേച്ചിട്ടുണ്ട്, ഹരികേശിനെ തേച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എനിക്കിതൊന്നും തേക്കാൻ വയ്യ കേട്ടാ, ഭയങ്കര നീരർക്കാണ്. ഒന്നും തേക്കാൻ വയ്യ, ഒരു കാച്ചി എണ്ണ പോലും തേക്കാൻ വയ്യ ഗൈസ്. മുടി നരയ്ക്കാൻ തുടങ്ങിട്ടോ. ഇവിടെ ഒരു നരച്ച മുടിയുണ്ട്, ഇവിടെ ഒരു 3 നരച്ച മുടിയുണ്ട്. പക്ഷെ ഒന്നും ചോപ്പിക്കാൻ യാതൊരു നിർവാഹവും ഇല്ല. കാരണം എന്താ വെച്ചാൽ ഭയങ്കര അലർജിയാണ്, തണുപ്പുള്ള സാധനങ്ങളൊന്നും തട്ടാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ എനിക്കത് പറ്റൂല കേട്ടാ മൈലാഞ്ചി ഇടാന്. എന്തു ചെയ്യാം, നരക്കുന്നത് നോക്കി നിൽക്കാനേ നിവൃത്തിയുള്ളൂ. എന്താ ചെയ്യേണ്ടത്? നോ ഐഡിയ. എന്തെങ്കിലും ഇങ്ങനെയല്ലാതെ എനിക്ക് ഡൈനെ പറ്റിയിട്ടൊന്നും അറിയില്ല കേട്ടാ. എല്ലാരും ഒന്ന് സജസ്റ്റ് ചെയ്യണം കേട്ടാ. നല്ല ഡൈ കണ്ട, ഇവിടെ ഒരു മുടി നരച്ചിട്ട് കണ്ടാ നരച്ചത്. ഇതിൻ്റെ ഇവിടെ 2-3 എണ്ണം നരച്ചിട്ടുണ്ട്. ഇനി ഇതൊക്കെ ഞാൻ എങ്ങനെ കറപ്പിക്കും ഗൈസ്? ഹരികേശിനെ കണ്ടിട്ട് മറ്റാളും വന്നില്ലേ? സ്കൂളിക്ക് പോകുമ്പോ പിന്നെ ഓന് നല്ല വെട്ടാള മുടിയാണ് ഇട്ടാ. അത് കണ്ടിട്ട് ഈ മുട്ടയും അടിക്കണ്ടട്ടാ. ആഷ്മിക്ക് മൈലാഞ്ചി ഇല്ല, എത്ര ഫുള്ള് തലേ തേച്ച് ഋതു എടുത്തേക്കടി. പാവാണ്, ചെറിയ കുട്ടിയല്ലേ. തേക്കിയ മോളെ അരക്കിയ തലേ തേക്കിയ. അതത്ര മതി, നനഞ്ഞ മുടിയില എണ്ണ പിടിക്കൂല. ഇനി കുളിച്ചാളെ. മൈലാഞ്ചി അരക്കണ ചീത്തറിന്. നല്ല ചോക്കണം മൈലാഞ്ചി അല്ലടി, നല്ല ചോന്നല്ലേ.
എന്നാ ചോന്ന 5 മിനിറ്റ് മുടി തൂക്കിട്ടുണ്ടാണ് മൈലാഞ്ചി വെച്ചിട്ട്. ഇതെന്താടാ കുണ്ടുമലും തേച്ചാ? അതെന്താ? കറക്റ്റ് ഷെയ്ക്കിലായിരുന്നു കേട്ടോ, കൊള്ളി പോലൊക്കെ ഉണ്ട്. ഇതെങ്ങനെ എവിടുന്നിട്ട് ഐഡിയ എങ്ങനെ അങ്ങനെ തേക്കാണ്? എവിടുന്ന് മാത്രായിട്ട് ട്രെൻഡാ? അമ്മീമ മൊത്തം ഉരുട്ടി വരട്ടിയില്ലേ? നീ അമ്മീത്തിനൊക്കെ വൃത്തിയാക്കണ്ടേ കേട്ടാ. തോർത്ത് എവിടെ എനിക്കറിയില്ല, വാഷിംഗ് മെഷീനിലുണ്ട്. പോയിടുന്നത് ഞാൻ തിരിഞ്ഞു ഇതിലിട്ട് കൈ ചോന്നായി. ഞാനൊക്കെ എത്ര മൈലാഞ്ചി ഇട്ടിരിക്കുന്നു. പണ്ടൊക്കെ പെരുന്നാളിന്റെ തലേദിവസമൊക്കെ പാത്തുമ്മ അങ്ങോട്ട് മൈലാഞ്ചി കൊണ്ട് അരച്ചിട്ട് കൊറേ മൈലാഞ്ചി കൊണ്ട് കഴിയുമ്പോൾ 2 കഴിയുമ്പോൾ നിറച്ചിടും. കയ്യിന്റെ പുറത്ത് ഉള്ളിൽ കാണാൻ തന്നെ നല്ല ഭംഗിയായിരുന്നു. അന്നൊക്കെ ആൾക്കാരൊക്കെ സ്കൂൾ ഒന്ന് വരുമ്പോ ഈ മൈലാഞ്ചി ഇട്ടിട്ടുണ്ടാവും കേട്ടോ. തുറക്കുമ്പോ പെരുന്നാളൊക്കെ കഴിഞ്ഞിട്ട് ഇടയ്ക്കിടയ്ക്ക് ഈ ആൾക്കാർ ഈ മൈലാഞ്ചി ഉണ്ടാക്കുക. അതിന് വേണ്ടിയിട്ട് ചക്കര വിളഞ്ഞെടുത്ത് വെക്കും, ഒരു കൊള്ളിമ ചുറ്റിയിട്ട്. അവര് വിളഞ്ഞീന്ന് നട്ട പറയാ. എന്നിട്ട് അതായിട്ട് നല്ല തീയിൽ ഇങ്ങനെ ഉരുക്കിയിട്ട് അമ്മേ പുതിയ കുപ്പായത് തേക്കണ്ട, മൈലാഞ്ചിക്ക് നല്ല കറുണ്ടാവും. അത് തുടച്ചാളെ. ഇത് ചുണ്ട് ഇങ്ങനെ ചാക്കിയതാ. വിഷന്നല്ലേ? പണ്ടൊക്കെ ഞങ്ങള് ഈ അമ്മീമ അരച്ചാൽ എല്ലാരും ചീത്ത അറിയിട്ടാ. നഞ്ഞടി എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ചീത്തയാണ് മൈലാഞ്ചി ഉണ്ടാക്കി. എന്നെ പണ്ടൊക്കെ അങ്ങനെ പറയായിരുന്നു. എന്നിട്ട് മൈലാഞ്ചി അരച്ച് കഴിഞ്ഞാല് ഉമി ഇല്ലേ, അന്നൊക്കെ എല്ലാവരുടെയും വീട്ടിൽ നെല്ലൊക്കെ ഉണ്ടാവും കേട്ടോ. എന്നിട്ട് അതിന്റെ ഉമി അങ്ങനെ ഇട്ടിട്ട് അമ്മീമ തേച്ചിട്ടാണ് അമ്മി വൃത്തിയാക്കുക കേട്ടാ. ഓളന്നെ ഞാനാ തേക്കാൻ പാടില്ലെന്നാ ഞാൻ പറഞ്ഞേ. ഞാൻ പറഞ്ഞത് വിഷമില്ലാന്നാണ്. ചുണ്ടുമ്പോ തേക്കെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഞാനടി അവളോട് വിഷമില്ലാന്നേ പറഞ്ഞുള്ളൂ, ഓള് തേക്കാൻ ഞാൻ പറഞ്ഞിട്ടില്ല. ഞങ്ങള് ചെറിയ കുട്ടികളാകുമ്പോഴേ ഇതുപോലെ അന്നൊക്കെ മിക്സി ഇല്ല. അപ്പൊ എല്ലാരും അമ്മീമ തന്നെ ഇട്ടിട്ടാണ് കേട്ടോ അരക്കൊക്കെ. അപ്പൊ മൈലാഞ്ചി അരച്ചു കഴിഞ്ഞാല് മൈലാഞ്ചി വിഷമാണ്, അതുകൊണ്ട് ഇനി ആ അടുപ്പത്ത് അയിമിട്ട് അരച്ച് അരികേശം ഉണ്ടാന്നക്കടാ അങ്ങനെ അരച്ച് മൈലാഞ്ചി അരച്ച അമ്മീമ അരയ്ക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് ഞങ്ങള് അന്നൊക്കെ എല്ലാവരുടെയും വീട്ടിൽ നെല്ലൊക്കെ കുത്തും, മില്ല് കൊണ്ടുപോയിട്ട് നെല്ലൊക്കെ കുത്തുന്ന കാലഘട്ടം. അതുപോലെ അരി ഇങ്ങനെ റെഡിമെയ്ഡ് അരി അങ്ങനെ വാങ്ങിക്കല്ല, എല്ലാവരും നെല്ലൊക്കെ ഉണ്ടാക്കും. അപ്പം അതിന് ഉമി ഉണ്ടാവും, എല്ലാ വീട്ടിലും ഉമി ഉണ്ടാവും, ഉമിക്കരി ഉണ്ടാവും. അപ്പം ആ ഉമി ഒക്കെ ഇട്ടിട്ട് കൊണ്ട് ഒരച്ചിട്ട് അമ്മി തന്നെ വേറെ കളറാക്കണം. ആ വിഷാന്നറിയും. എന്നത് ഇപ്പം ആൾക്കാർ ഇതാ പറഞ്ഞ് മൈലാഞ്ചി പ്രമേഹത്തിന്റെ മരുന്നാണ്, ഇതാണെന്ന്. എത്രത്തോളം ശരിയാണെന്ന് എനിക്കറിയില്ല കേട്ടാ. നിങ്ങൾക്ക് ആരെങ്കിലും കമന്റ് ചെയ്യട്ടാ, മൈലാഞ്ചി വിഷമാണെന്ന് പറയുന്ന നാട്ടുകാരുണ്ടോ? ഞങ്ങളെ പോലെ അങ്ങനെ കഴിഞ്ഞ കാലം ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലായിടത്തും അങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ല. അപ്പം നിങ്ങളൊക്കെ എങ്ങനെയാണ്, ഇത് വിഷമാണെന്ന് വിശ്വസിച്ചിരുന്നോ? അതോ അതിൻ്റെ വേരൊക്കെ മരുന്നാന്ന് പറയുമല്ലോ. തലേന്ന് ആൾക്കാർ തേക്കിട്ട, പണ്ട് തേക്കുന്ന അരച്ച മുടി ചോപ്പിക്കാൻ വേണ്ടിയിട്ട്. എനിക്ക് തേക്കാനും പറ്റൂല. കണ്ട ആകെ ഒരു 4 മുടിയുള്ളൂ, ഇനി മുടി ഇല്ല. പക്ഷെ എന്ത് ചെയ്യാ, ഒരു ട്രീറ്റ്മെന്റ് എടുക്കാൻ വയ്യ ഈ ശ്വാസം മുട്ടൽ കാരണം. അപ്പൊ എടാ എണ്ണക്കുപ്പി എന്താ അരികേശം അടയ്ക്കാഞ്ഞത്? ജെന്നെയാണ് തേച്ചത്. മര്യാദയ്ക്ക് അതിന്റെ അടപ്പ് തെരഞ്ഞെടുത്തിട്ട് തേച്ചു. സച്ചു ആണ് കേട്ടോ. ഋതു അരച്ച് കൈ അടഞ്ഞപ്പോ സച്ചു അരയ്ക്കാന്ന് പറഞ്ഞ് ആഷിക്കുട്ടിക്ക് മൈലാഞ്ചി അരച്ചു കൊടുക്കുക. നന്നായിട്ട് അരച്ചത് കൂടെ ഋതു ഏകദേശം തേച്ച് തലേ തേച്ച്. ഋതുവിന്റെ കൈ നന്നായിട്ട് ഇത് അരക്കുന്നുണ്ട്. അത് ശരി. അപ്പൊ അരച്ചത് നല്ല അരഞ്ഞിട്ടുണ്ട് അല്ലേ? നല്ല അരഞ്ഞിട്ടുണ്ട്. നീ അമ്മി ക്ലീൻ ചെയ്യാന്നുള്ളത് ഒരു പണിയിട്ടത്. അത് ഞങ്ങൾ ഉപയോഗിക്കണമെന്നല്ല കേട്ടോ, കാലങ്ങളായിട്ട് എടുത്തിട്ട് അമ്മിയാണ്. അപ്പൊ അവര് അരച്ചു കൊടുക്കുന്നുണ്ട്. സഹോദരി സ്നേഹമുള്ളവനാണ് എന്തായാലും നമ്മളെ സച്ചു, അതുകൊണ്ട് അവൻ നന്നായിട്ട് അരക്കുന്നുണ്ട്. അപ്പൊ സച്ചുവേട്ടൻ അരച്ചാണ്ട് ഈ മൈലാഞ്ചി ആ കണ്ണ ആശിക്ക് വേണ്ടിട്ട് അരച്ചതാണ്.
പക്ഷേ ഫോൺ മാറ്റിക്ക ഫോൺ കൊണ്ടുപോയി ഫോൺ താത്തേക്ക് വടിക്കുന്ന സാധനം കൊണ്ട് വടിച്ചെടുക്കട്ടെ മൈലാഞ്ചി ഫോർത്തേക്ക് മൈലാഞ്ചി അരച്ചത് വടിച്ചെടുക്കാട്ടോ. ഇതാ കൊറേ മൈലാഞ്ചി ഉണ്ട്. നിങ്ങൾ കാണുന്ന പോലെ നല്ല കാപ്പി കളർ, ഇതിൽ ചെറിയൊരു പച്ച കളറായിട്ടാവും. ഇതാ പറഞ്ഞ നല്ല കാപ്പി കളർ മൈലാഞ്ചിയാണ്. ഇതാ കണ്ടോ നല്ല കാപ്പി കളർ. ഇങ്ങോട്ടൊക്കെ വടിക്കുന്ന സാധനമാണ് ഈ സാധനം കൊണ്ടാ വടിക്കണത്. മൈലാഞ്ചി മറ്റേ കൈമിട്ടു. ഏട്ടന്റെ കയ്യിൽ മൈലാഞ്ചി ഇട്ട് കൊടുക്കണേ. ട്യൂബില്ലാത്തോണ്ടാണ് ഇങ്ങനെ ഇട്ട് കൊടുക്കണേ. നാളെ മൈലാഞ്ചിയാണ്. ഏട്ടന്മാര് ലേശിക്കുട്ടിയെ അനക്ക് ഇഷ്ടല്ലേ ഏട്ടന് ചോറിന് പറഞ്ഞ മൈലാഞ്ചിനെ വന്നീന്. അപ്പൊ അകത്ത് പണി നടക്കണോണ്ട് തന്നെ അരികേശൊക്കെ ഇവിടെ പുറത്തിട്ടിട്ടാണ് കേട്ടോ ചോറിണത്. കണ്ടോ, ഇതാണ് മക്കളെ റിയൽ വില്ലേജ് ലൈഫ്. കണ്ടാ. അപ്പൊ നമ്മുടെ നാളെ എന്റെ അരികേശിന് പൊതിച്ചോറ് ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നാളെ അതിന് വേണ്ടിയിട്ടുള്ള പൊതി ഉണ്ടാക്കാൻ ഇല ഉണ്ടോന്ന് പോയി നോക്കാം. അപ്പൊ ഇനി ഞാൻ ചോറിനാണ് കേട്ടാ. കണ്ട നമ്മളെ ചോറിനുള്ള വിഭവങ്ങൾ സാമ്പാറുണ്ട്, ഉപ്പേരി ഉണ്ട്, മീൻ വറുത്തതുണ്ട്. പപ്പടം എനിക്ക് ചോറിക്ക് ഇഷ്ടമല്ല, അതുകൊണ്ട് തന്നെ ഞാൻ ഉണ്ടോന്ന് നോക്കിയിട്ടില്ല കേട്ടോ. ഞാൻ രാവിലെ അമ്പലത്തിൽ പോയിരുന്നു, അതുകൊണ്ട് തന്നെ എന്തൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് ഞാൻ നോക്കിയിട്ടില്ല കേട്ടോ. അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. നാളെ പുതിയ വീഡിയോയുമായി കാണാം. താങ്ക്